ഹലോ ഗൈസ്, എല്ലാവർക്കും എയർ ജവേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആണ്. നമ്മുടെ തല അജിത് കുമാർ പുള്ളിയുടെ അടുത്ത പടമായിട്ടുള്ള വിടൈമുയർച്ചി എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. മകിഴ് തിരുമേനി സംവിധാനം ചെയ്യുന്ന സിനിമ. തൃഷയും അജിത്തുമാണ് പെയറായിട്ട് വരുന്നത്. അനിരുദ്ധ് മ്യൂസിക് ചെയ്യുന്ന പടം. എനിക്ക് ഇതിൻ്റെ ടീസർ അന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം വലിയ ഒരു എന്താ പറയുന്നത്, സിനിമാറ്റിക് ആയിട്ടുള്ള ഗിമിക്സ് ഒന്നും ഇല്ലാതെ പക്ക ഒരു ഹോളിവുഡ് ലെവൽ എന്നൊക്കെ പറയത്തില്ലേ, അത്തരത്തിൽ പക്ക ഒരു ക്വാളിറ്റിയിൽ ചെയ്തു വച്ചിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് അന്ന് ടീസർ കണ്ടപ്പോഴത്തേക്കും തോന്നിയത്. ഓഫ് കോഴ്സ് മകിഴ് തിരുമേനി എന്നൊരു ഡയറക്ടറിൻ്റെ കൂടെ അജിത്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു ക്വാളിറ്റി സ്റ്റഫ് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടനും അജിത്തും ഒരേപോലെയാണ് ഇതിൻ്റെ റിലീസുകൾ വരാൻ പോകുന്നത്. അതായത് നമ്മുടെ വിടമുയർച്ച എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ റിലീസാവും. അതിനുശേഷം 2 മാസത്തിന് ശേഷം ഒരു പക്ക കൊമേഴ്ഷ്യൽ ഐറ്റമായിട്ടുള്ള ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന സിനിമ റിലീസാവും. ഏപ്രിൽ 10 അങ്ങനെയാണ് റിലീസ് ഡേറ്റ്. അതേപോലെയാണ് നമ്മുടെ ലാലേട്ടൻ്റെ അവസ്ഥ. ഇവിടെ തുടരും റിലീസാവും. പക്ക കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള എമ്പുറാൻ. എന്തായാലും രണ്ടും ഒരു സിമിലാരിറ്റി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. രണ്ടുപേരുടെയും ഈ 4 പടങ്ങളും കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തരട്ടെ എന്നാണ് ആഗ്രഹം. ഞാൻ ഒരു ഹൈപ്പോട് കൂടി കാത്തിരിക്കുന്ന സിനിമകളാണ് ഇതെല്ലാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത് മെൻഷൻ ചെയ്തത്. എനിവേ, നമുക്ക് എന്തായാലും വിടമുയർച്ചയുടെ ഈ ഒരു ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് അജിത്ത് ഈ ഇടയ്ക്കങ്ങടെ ഒരു റേസിങ്ങിനിടെ ആക്സിഡന്റ് പറ്റി എന്നൊക്കെ പറഞ്ഞ് കേട്ടായിരുന്നു. പുള്ളി ശരിക്കും ഒരു ലെജൻഡാണ്. സ്വന്തം പാഷന് പുറകെ പോകുന്ന ആ ഒരു സ്റ്റാർ വാല്യൂവിന് പുറകെയോ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ പുറകെ ഒന്നും പോകാതെ ആ ഒരു പാഷൻ മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അജിത്താണ് കേട്ടോ. ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ പറയൂ ഫാൻസിൻ്റെ അടുത്ത്, നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ലൈഫ് നോക്ക്, നിങ്ങളുടെ എന്താ പറയുക, വർക്ക് ചെയ്യൂ, പഠിക്കൂ എന്നൊക്കെ ഏതെങ്കിലും ഒരു സ്റ്റാർ പറഞ്ഞ് കണ്ടിട്ടുണ്ടോ? ഞാൻ അങ്ങനെ കേട്ടത് അജിത്തിൻ്റെ കയ്യിൽ നിന്ന് കേട്ടോ. അജിത് കുമാർ എന്ന് പറയുന്നത് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ സിനിമകളും പഴയ സിനിമകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ആ ഒരു ട്രാക്കിലേക്ക് പുള്ളി തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കളയാം. അപ്പോൾ എന്തായാലും നമുക്ക് വിടമുയർച്ചയുടെ ഈ ഒരു ട്രെയിലർ ഒന്ന് ഉണ്ടാക്കാം. റെഡി? ലൈക്ക തന്നെ റൈസിംഗ് ആണല്ലോ. അജിത് കുമാർ அவ என்ன பார்க்கும்போது அந்த மொமெண்ட், அந்த இமேஜ் அவளுக்கு ஆயுஷ்க்கும் மறக்க கூடாது. அதான் டெஸ்டினி. I'm so lost. எனக்கு இந்த ஜெனரேஷன் பற்றி தெரியாது கைல். ஆனால் நாம் சின்ன பிள்ளையா இருந்தப்ப வாட்ச் கெட்டு போச்சுன்னா ரிப்பேர் பண்ணுவோம், டிவி தூக்கி போட மாட்டோம். My husband Rakshan. Oh, Arjun. In Azerbaijan, crime, rape, love. கொஞ்ச நேரமாவே பிரச்சனை பண்ணிட்டு இருக்காங்க. They're drunk. அந்த மாதிரி பொம்பளைங்க வாழவே கூடாது. இத ஸ்கெட்ச் போட்டு கொடுத்ததே போலீஸ் தான் சார். ഫ്രെയിംസ് ഒക്കെ കിട്ടില്ല കേട്ടോ. I will shoot. I am not here to fight. Officer down. Officer down. What is your problem? கொஞ்ச நாளா என் உலகமே என்ன சுத்தி நொறுங்கிட்டு இருக்கு. പുള്ളിയുടെ സൗണ്ട് മോഡുലേഷന് உங்க கோவம் எனக்கு புரியுது. சேஃப்டி கேமரா. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി കേട്ടോ. ഫെബ്രുവരി 6, 2025. പൊളിയുടെ പൊളി എന്ന് പറഞ്ഞ കിടിലൻ ട്രെയിലർ. ഈ ഒരു ട്രെയിലർ കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ തിയേറ്ററിൽ കാണാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. അമ്മാതിരി ഒരു എക്സൈറ്റഡ് ആക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിലർ. പക്ക ക്വാളിറ്റി സ്റ്റഫ്, പറയുന്നടിയും അങ്ങനെയുള്ളൊരു മാസ് മസാല എലമെന്റ്സ് ഒന്നും ഇല്ലാതെ പക്കയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഒരു ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും തോന്നുന്നത് കേട്ടോ. അതായത് അങ്ങനെയുള്ള പറന്നടിയൊന്നും ഇല്ലാതെ പക്ക നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ഒരു എന്താ പറയുക, നല്ല രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേപോലെ കാർ റേസിംഗ്, കാർ സ്റ്റണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് ഭ്രാന്താണ്. അതിൻ്റെ ഒരു കിടിലൻ വെർഷൻ ഈ ഒരു സിനിമയ്ക്കകത്ത് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു ട്രെയിലറിൽ തന്നെ കുറേ വിഷ്വൽസിനകത്ത് കാർ സ്റ്റണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം
അതുക്കും മേലെ നമുക്ക് തിയേറ്ററിൽ കാണാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ തലയുടെ ഒരു പക്ക ഒരു സ്ക്രീൻ പ്രസൻസും ആ ഒരു എന്താ പറയുന്നത് ഇത്തരത്തിലുള്ള പടങ്ങളിലൊക്കെ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയൊക്കെ കേൾക്കാനായിട്ട് കിഡിലിനാണ്. അപ്പം അതിൻ്റെ ഒരു സംഭവം നമുക്ക് സിനിമയ്ക്കകത്ത് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നുണ്ട്. അജിത്തിൻ്റെ ഒരു റൊമാൻറ്റിക് വെർഷനും ഈ ഒരു സിനിമയ്ക്കകത്ത് കാണാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇത്തരത്തിലൊരു എന്താ പറയുന്ന ഒരു ത്രില്ലർ വൈബിൽ വരുന്നൊരു പടം, അതിനകത്തൊരു റൊമാൻറ്റിക്, അതിനകത്ത് അജിത് കുമാർ, അതൊരു കിടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ അതെന്തായാലും അതിനായിട്ട് വെയിറ്റിംഗ് ആണ്. അതേപോലെ 2-3 ലുക്കിനകത്ത് നമ്മുടെ തലയെ നമുക്ക് പ്രതീക്ഷിക്കാം. ചുള്ളനായിട്ട് പഴയ ആ ഒരു വിൻറ്റേജ് ലുക്കിലൊക്കെ വരുന്നുണ്ട്. എനിക്കൊരു ട്രെയിലർ പക്കയിൽ ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഹോളിവുഡ് ലെവൽ അങ്ങനെയൊക്കെ ഇപ്പം ഈ കാലത്ത് പറയാൻ പറ്റുമോ അറിയത്തില്ല, എന്നാലും ആ ഒരു സ്റ്റാൻഡേർഡിൽ ആ ഒരു ക്വാളിറ്റിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു വിഷ്വൽസ് ആയാലും എന്താ പറയുന്നത് ആ ഒരു കാർ സ്റ്റണ്ടുകളായാലും എല്ലാം പക്കയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്കത് തിയേറ്ററിനകത്ത് കാണാം. എന്തായാലും ഈ ഒരു ട്രെയിലർ കണ്ടിടത്തോളം എനിക്ക് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. തലേ നീ വാ, ഇതൊക്കപ്പുറം എന്ന് പറഞ്ഞാൽ 2 മാസത്തിനപ്പുറം നമ്മുടെ ഒരു പക്ക കൊമേഴ്ഷ്യൽ പടമായിട്ടുള്ള ഗുഡ് ബാഡ് അഗ്ലി അവിടെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും അജിത് ഫാൻസിന് ആർമാദിക്കാനായിട്ടുള്ള ടൈമായി എന്ന് വേണം കരുതാനായിട്ട്. ഏപ്രിൽ 10 കണ്ടാണ് ഗുഡ് ബാഡ് അഗ്ലി. അപ്പോൾ എന്തായാലും 2 പടങ്ങളും 2 ജേണറിൽ വരുന്ന 2 പടങ്ങൾ. പീക്ക് അജിത് കുമാറിനെ ഈ 2 പടങ്ങളിലും കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ.